പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ നമുക്കിന്നുള്ള ഒരു മുഖ്യമന്ത്രി നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയായത് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ പിന്തുണയായിരുന്നു. പാർട്ടിയുടെ പിന്തുണ, പാർട്ടിക്കാരുടെ പിന്തുണ ഒന്നും ഇല്ലെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ അയാൾ മുഖ്യമന്ത്രിയായത് പൊതുജനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ്. അയാളെ മുഖ്യമന്ത്രിയാക്കിയത് അയാളുടെ കൂടെ, സതീശൻ്റെ കൂടെ ഉണ്ടായിരുന്ന MLA-മാരുടെ എണ്ണമല്ല. 64 MLA-മാരിൽ കെട്ടിച്ച് 10 MLA-മാരുടെ പോലും പിന്തുണ വി ഡി സതീശൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി. ആ മുഖ്യമന്ത്രിയാവാനുള്ള കാരണം കേരളത്തിലെ പൊതുജനങ്ങൾ അകമഴിഞ്ഞ് നൽകിയ ഒരു പിന്തുണയുടെ ഭാഗമായിട്ടാണ് എന്ന് നമുക്ക് അറിയാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമെന്നുള്ള ഒരു കാരണം കൊണ്ടൊന്നുമല്ല UDF അധികാരത്തിലേക്ക് വന്നത്. അതിൽ ആരും തർക്കവുമില്ല. ഇതൊരു ഡിഫോൾട്ട് ആയിട്ട് വന്നതാണ്. വിജയനോടും LDF-നോടും CPM-നോടുമുള്ള പക, പിന്നെ ആ ഏകാധിപത്യ ഭരണത്തോടുള്ള രോഷം, പ്രതിഷേധം, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. പക്ഷേ അതിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവാനുള്ള ഒരു പ്രധാനപ്പെട്ട, കാരണം മുഖ്യമന്ത്രി കാംക്ഷികളായിട്ടുള്ള വേറുള്ളവരും ഉണ്ടായിരുന്നല്ലോ, ആ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പൊതുസമൂഹം, പൊതുമണ്ഡലം വി ഡി സതീശന് നൽകിയിട്ടുള്ള ഒരു പിന്തുണയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സുഹൃത്തുക്കളെ, അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന ഈ വിവാദം സംബന്ധിച്ചിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട വിവാദം എന്ന് പറയുന്നത് പ്ലീഡർ നിയമനത്തിൽ KSUവിൻ്റെ യൂണിറ്റ് കമ്മിറ്റിക്ക് എന്ത് കാര്യം എന്നുള്ളതാണ്. അതാണല്ലോ ഇപ്പോഴത്തെ വിവാദം. പ്ലീഡർ നിയമനത്തിൽ യൂണിറ്റ് കമ്മിറ്റിക്ക് എന്ത് കാര്യം? നോ, അത് യൂണിറ്റ് കമ്മിറ്റിക്കൊന്നും അതിനകത്ത് യാതൊരു കാര്യമൊന്നുമില്ല, അവരവരുടെ പണി നോക്കിയാൽ മതി എന്നുള്ള നിലയിൽ കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിവാദങ്ങൾ ഇപ്പോൾ കത്തി നിൽക്കുകയാണല്ലോ. സുഹൃത്തുക്കളെ, എനിക്ക് അക്കാര്യത്തിൽ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, പ്ലീഡർ നിയമനത്തിൽ KSUവിൻ്റെ യൂണിറ്റ് കമ്മിറ്റിക്ക് കാര്യമുണ്ട് എന്നാണ്. KSU ആണ് ഈ വിഷയത്തിൽ ശരി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ വി ഡി സതീശൻ പറയുന്നത് എന്താ? പ്ലീഡർ നിയമനത്തിനകത്ത് രാഷ്ട്രീയമൊന്നും നോക്കാൻ പറ്റില്ല, പ്ലീഡർ നിയമനത്തിൽ കഴിവ് മാത്രമേ നോക്കാൻ പറ്റൂ എന്നാണ്. അത് ശരിയല്ല. പ്ലീഡർ നിയമനം കഴിവ് മാത്രം നോക്കി എടുക്കേണ്ട ഒരു സംവിധാനമല്ല. കഴിവ് ഏറ്റവും പ്രധാനമാണ്. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ കഴിവ് മാത്രം നോക്കി പ്ലീഡറായിട്ട് നിയമിക്കാനാണെങ്കിൽ CPM-കാരെ, കഴിവുള്ളവരെ ആ സ്ഥാനത്തേക്ക് വെച്ചുകൂടെ? നല്ല കഴിവുള്ള അഭിഭാഷകർ CPM-നകത്തുണ്ടല്ലോ, അവരെ പ്ലീഡറായിട്ട് നിയമിക്കാമല്ലോ. കഴിയില്ല. അതിൻ്റെ കാരണം എന്താ? UDF-ൻ്റെ നയം നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളെയാണ് UDF വരുമ്പോൾ പ്ലീഡർമാരായി നിയമിക്കുക. ആ നിയമിക്കുന്നവർ കഴിവുള്ളവരായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. കഴിവില്ലാത്തവരെ CPM-കാർ ചെയ്യുന്ന പോലെ ലോക്കൽ കമ്മിറ്റിയുടെ ശുപാർശം കൊണ്ടുവന്ന് വെക്കുന്ന പോലെ UDF-കാർ വെക്കണമെന്ന് പറയുന്നത് ശരിയല്ല. അതിൽ ആരും തർക്കവുമില്ല. കഴിവുള്ളവരായിരിക്കണം അവർ. പക്ഷേ അവരുടെ ബാധ്യതയും ഉത്തരവാദിത്വവും ചുമതലയും UDF-നോടും UDF-ൻ്റെ നയങ്ങളോടുമായിരിക്കണം. അങ്ങനെ വരുന്നവർ UDF-കാരായിരിക്കണം. അങ്ങനെ വരുന്നവർ CPM-കാരായിരിക്കാൻ പാടില്ല, CPI-കാരായിരിക്കാൻ പാടില്ല, അവർ SFI-കാരായിരിക്കാൻ പാടില്ല, അവർ RSS-കാരും ആയിരിക്കാൻ പാടില്ല. അത് നിർണായകമല്ലേ സുഹൃത്തുക്കൾ? പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ശബരിമല കൊള്ളക്കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ വക്കീലന്മാരായിട്ട് വരുന്നു, പ്ലീഡർമാരായിട്ട് വരുന്നു. മുൻ CPM-കാർ പ്ലീഡർമാരായിട്ട് വരുന്നു, CPI-കാർ പ്ലീഡർമാരായിട്ട് വരുന്നു, SFI-കാർ പ്ലീഡറായിട്ട് വരുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് പാടില്ല എന്നതാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ എൻ്റെ അഭിപ്രായം. സുഹൃത്തുക്കളെ, ഈ വിഷയത്തിൽ KSU ആണ് ശരി എന്ന് ഞാൻ പറയാൻ കാര്യം എന്താ? KSU ഉയർത്തുന്ന വിഷയത്തിൽ KSUവിന് അഭിപ്രായം പറയാൻ അവകാശമുണ്ട് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം, അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് KSU എന്ന് പറയുന്ന പാർട്ടിയുടെ വ്യക്തിത്വം, അവരുടെ ആർജവം, അവരുടെ ഇച്ഛാശക്തി, അത് വളരെ നിർണായകമല്ലേ സുഹൃത്തുക്കളെ? ഇന്ന് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കന്മാരിലൊരു 70-80% പേരും KSU കൂടെ വളർന്നു വന്നവരല്ലേ. അതിൽ വി ഡി സതീശൻ എത്രത്തോളം KSU ആയിരുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല. വി ഡി സതീശൻ KSU ആയിട്ട് നിന്നപ്പം എത്ര ലാത്തിയടി കൊണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. വി ഡി സതീശൻ്റെ ഖദർ ഷട്ടിൽ KSU ആയിരുന്നപ്പോഴത്തേക്ക് ചോര കിനിഞ്ഞിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു PD നേതാക്കന്മാർ KSUവിൽ ഉണ്ടായിട്ടുണ്ട്.
ഭരണ നേതൃത്വത്തോട് ഏറ്റുമുട്ടി അത് UDF ഭരണ നേതൃത്വമാണെങ്കിലും ആ നേതൃത്വത്തോട് ഏറ്റുമുട്ടിയല്ലേ KSUക്കാർ വളർന്നു വന്നിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി 70കളുടെ അവസാനം AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ബെന്നി ബെഹനാൻ KSUവിൻ്റെ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു. അന്ന് SFIയുമായി ചേർന്ന് നിന്ന് അന്ന് സമരം ചെയ്തിട്ടുണ്ട് UDF സർക്കാരിനെതിരെ, AK ആന്റണിക്കെതിരെ. അന്ന് AK ആന്റണി ഇതുപോലെ നോ 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 എന്ന് പറഞ്ഞിട്ടാണോ പ്രതികരിച്ചിട്ടുള്ളത്? നോ നോ AK ആന്റണി പറഞ്ഞിട്ടുണ്ടോ? അതിനുശേഷം കരുണാകരൻ വന്നു. കരുണാകരൻ്റെ ഒരുപാട് നിലപാടുകളുടെ അഭിപ്രായം പരസ്യമായി KSUവും യൂത്ത് കോൺഗ്രസും അഭിപ്രായപ്പെട്ടിട്ടില്ലേ? അപ്പോൾ KSUവിന് എന്ത് കാര്യം, യൂത്ത് കോൺഗ്രസിന് എന്ത് കാര്യം എന്നാണോ കരുണാകരൻ പ്രതികരിച്ചിട്ടുള്ളത്? ഒരിക്കലുമല്ല. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി വന്നു. ഉമ്മൻചാണ്ടി എത്രയോ രൂക്ഷമായ വിമർശനങ്ങൾ KSUവിൽ നിന്നും യൂത്ത് കോൺഗ്രസിൽ നിന്നും കേട്ടിട്ടുണ്ട്. ആന്റണി ഉമ്മൻചാണ്ടി ഇങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടോ? ആലോചിച്ച് പോകണം നമ്മൾ. ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ഒക്കെ ഇരുന്ന കസേരയിൽ VD സതീശൻ ഇരിക്കുകയാണ് എന്നുള്ളത് ആണ് നമ്മുടെ ഒരു ഗതികേട്. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ KSU എന്ന് പറഞ്ഞ പാർട്ടി DYFI പോലെ ഒരു ഭരണവിലാസം പാർട്ടിയല്ല എന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞ് 100% ശരിയല്ലേ? അവരവരുടെ ഗവൺമെൻറ് ഒരു ആ ഗവൺമെൻറ്റിനെയും വിമർശിച്ചുകൊണ്ടല്ലേ KSUവും യൂത്ത് കോൺഗ്രസും ഒക്കെ വളർന്നു വന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ ആരാ സമരമുഖത്തുണ്ടായിരുന്നത്? VD സതീശനാണോ KSU ആണോ സമരമുഖത്തുണ്ടായിരുന്നത്? VD സതീശൻ കഴിഞ്ഞ 5 വർഷക്കാലം ഈ പിണറായി വിജയനെതിരെ എത്ര സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ? എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു സമരം നടന്നപ്പം ജലപീരങ്കി അടിച്ചപ്പം ഓടി രക്ഷപ്പെടുന്ന VD സതീശനെയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഖദറിന് ചുളിയൊന്നും വരാതെ ഓടി രക്ഷപ്പെടുന്ന സതീശനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ല സതീശൻ പിണറായി സർക്കാരിനെതിരെ സമരവും നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ KSUവിൻ്റെ കുട്ടികൾ, KSUവിൻ്റെ ആൺകുട്ടികളും പെൺകുട്ടികളും നെഞ്ചു വിരിച്ചു നിന്ന് പിണറായി വിജയനെതിരെ സമരം ചെയ്യുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ. അലിച്ചപ്പം 100 കണക്കിന് പേരൊന്നും ഉണ്ടായിരുന്നിരുന്നിരിക്കില്ല. പിണറായി വിജയൻ 40-50 വണ്ടികളുടെ അകമ്പടിയോടുകൂടി ഈ കേരളത്തിൻ്റെ വീഥികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുമ്പോൾ കറുത്ത കൊടി ഉയർത്താൻ KSUക്കാരല്ലേ ഉണ്ടായിരുന്നത്? പിണറായി വിജയൻ്റെ പോലീസിൻ്റെ അടികൊണ്ട് തല തല്ലി പൊളിഞ്ഞത് KSUക്കാരുടെയും യൂത്ത് കോൺഗ്രസ്സുകാരുടെയും അല്ലായിരുന്നു സുഹൃത്തുക്കളെ? 100 കണക്കിന് കേസുകൾ പിണറായി വിജയൻ സർക്കാർ ചുമത്തിയത് KSUക്കാർക്കെതിരായിട്ടല്ലായിരുന്നു? KSUക്കാരല്ലേ മാസങ്ങളോളം ജയിലിൽ കിടന്നിട്ടുള്ളത്? യൂത്ത് കോൺഗ്രസ്സുകാരല്ലേ മാസങ്ങളോളം ജയിലിൽ കിടന്നിട്ടുള്ളത്? അപ്പോൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ സമരം ചെയ്യാൻ KSUക്കാരൻ വേണം. പ്ലീഡറിൻ്റെ കാര്യം വരുമ്പോൾ നോ 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 KSUവിന് എന്ത് കാര്യം എന്ന് ചോദിക്കാൻ VD സതീശൻ്റെ തറവാട്ട് വകയാണോ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത്? ഇനി ഇപ്പോൾ ജിയോണ ജെയിംസ് എന്ന് പറഞ്ഞൊരു സ്ത്രീയെയാണല്ലോ ഇപ്പം പ്ലീഡറാക്കി വെച്ചിരിക്കുന്നത്. ആരാണവർ? എനിക്ക് നല്ലപോലെ അറിയാം. അവർ ഗവൺമെൻറ് ലോ കോളേജിൽ SFIയുടെ നേതാവായിരുന്നപ്പോൾ ഞാനും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവിടുത്തെ ഈവനിങ് കോളേജിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു ഇവരവിടെ ഉള്ള സമയത്ത്. ഈ VD സതീശൻ എന്ന് പറഞ്ഞ ഈ ഖദറിന് ചുളി വരാത്ത നേതാവിന് ലോ കോളേജിലെ SFIയുടെ പ്രവർത്തനവും KSUവിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് അറിയാവോ? അറിയില്ലെങ്കിൽ അറിയണം, ഞാൻ പറഞ്ഞു തരാം. 4-4:30 മണി കഴിഞ്ഞാൽ ഒരു KSUക്കാരന് അവിടെ ആ ക്യാമ്പസിൽ ജീവനോടെ നിൽക്കാൻ കഴിയില്ലായിരുന്നു, അടിച്ച് ഓടിക്കുമായിരുന്നു SFIക്കാരൻ. ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാനവിടെ ഈവനിങ് കോഴ്സിന് ചേർന്നു. ഞങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കോളേജിൽ. പോട്ടയെന്നും ബോംബ് കൂട്ടുന്ന പോലൊരു ഒച്ച. ആളുകൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയ കല്ല് ജനൽ ചില്ല് പൊട്ടിച്ച് ഞങ്ങളുടെ ക്ലാസ്സിലോട്ട് വന്ന് വീണു. SFI ഗുണ്ടകളുടെ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടൊന്ന് സംഭവിച്ചുകൊണ്ടിരുന്ന സംഭവമാണ്. എന്നെയൊക്കെ ഇത്തിരി ഭയം ഉണ്ടായിരുന്നുകൊണ്ട് കൈയും കാലും ഓടിയാതെ ഞാനൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു, അത്രയേ ഉള്ളൂ. എൻ്റെ സുഹൃത്തും എൻ്റെ ഉപദേശകനുമായിട്ടുള്ള പ്രൊഫസർ സജികുമാറിന് അദ്ദേഹത്തിൻ്റെ കൈ പോലും പിടിച്ച് തിരിച്ചിട്ടുണ്ട് ഈ SFIക്കാരന്മാർ. 4-4:30 മണി കഴിഞ്ഞാൽ അവിടെ ഒരു KSUക്കാരന് നിൽക്കാൻ പറ്റില്ല, അടി കൊണ്ട് ഓടും. തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ചെന്നാൽ നോമിനേഷൻ പേപ്പർ കീറി ദൂരെ കളയും. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ SFI ഫാസിസം ഏറ്റവും കൂടുതൽ തഴച്ചു വളർന്ന യൂണിവേഴ്സിറ്റി കോളേജിലാണെങ്കിൽ അത് കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് ലോ കോളേജിലായിരുന്നു. അന്ന് SFIക്കാരുടെ ആ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത ഒരു വനിതയാണ് ഈ ജിയോണ ജെയിംസ്. ആ ജിയോണ ജെയിംസിനെ ശുപാർശ ചെയ്ത ആളുടെ പേര് ഡീൻ കുര്യാക്കോസ് എന്ന് കേൾക്കുമ്പോൾ ലജ്ജ കൊണ്ട് തല കുനിഞ്ഞു പോവുക സുഹൃത്തുക്കളെ. ഞാൻ പേര് പറയാം, ഞാനതാ കേട്ടത്, ഞാൻ അങ്ങനെയാണ് കേട്ടത്. അവരവിടെ SFIക്കാരിയായിട്ട് നിന്ന് KSUക്കാരനെ എല്ലാം അടിച്ചമർത്തിയിട്ട് ഈ ജിയോണ ജെയിംസ് ഹൈക്കോടതിയിൽ ചെന്ന് അവിടുത്തെ ലോയേഴ്സ് കോൺഗ്രസിൽ ചേർന്നു. അതാണല്ലോ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ പ്രത്യേകത. ഏത് അണ്ടനും അടകോടനും വന്ന് അടപടലം ചേരാവുന്ന സംഘടനയാണല്ലോ ലോയേഴ്സ് കോൺഗ്രസ്. അവരെ പിടിച്ച് പ്ലീഡറാക്കി. സ്വാഭാവികമായും അവരെ പ്ലീഡറാക്കുമ്പോൾ അലോഷ്യസ് സേവിയർ പ്രകോപിപ്പിക്കപ്പെടും, അതിൽ ആരും സംശയവുമില്ല. അലോഷ്യസ് സേവിയർ പ്രകോപിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ അലോഷ്യസ് സേവിയർ KSUക്കാരനല്ല.
അതാ പ്രകോപനമാണ് അലോഷ്യസ് അവർ കാണിച്ചത്. എനിക്ക് ആ വിദ്യാർത്ഥി നേതാവിനോട് ഇപ്പോൾ അഭിമാനം തോന്നുന്നു. അയാൾ ഇത്ര ഊർജ്ജസ്വലനാണെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നില്ല. ഞാൻ ചിലപ്പോഴൊക്കെ അയാളെ വിമർശിച്ചിട്ടുണ്ട്. എനിക്കതിൽ അപമാനം തോന്നുന്നു. കെ എസ് യുവിനെ കിട്ടാവുന്ന നേതാക്കന്മാരിൽ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് അലോഷ്യസ് സേവ്യർ എന്ന് എനിക്ക് മനസ്സിലാവുന്നു. അയാൾക്ക് അധികാരസ്ഥാനമൊന്നുമല്ല അയാൾക്ക് പ്രശ്നം. അയാളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ ജനങ്ങളുടെ ആർജവം, ഇച്ഛാശക്തി, അതാണ് പ്രധാനം. അലോഷ്യസ് സേവ്യറിന് അറിയാം ലോ കോളേജിൽ എന്താ നടന്നുകൊണ്ടിരുന്നതെന്ന്. നേരിട്ട് കണ്ടവനാണ് ഞാൻ, എനിക്കറിയാം. വലിയ SFIയുടെ അങ്ങേയറ്റത്തെ ഗുണ്ടായിസം നിലനിന്ന ഒരു കോളേജാണ് ലോ കോളേജ്. അവിടെ ഞാൻ പോയി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 10-20-30 വർഷങ്ങൾക്ക് ശേഷം അവിടെ KSUവിൻ്റെ യൂണിയൻ ഉണ്ടായി. ആ KSUവിൻ്റെ യൂണിയൻ ഉണ്ടായപ്പോൾ അതിൻ്റെ ചെയർമാനായിട്ട് വന്ന ഒരു പെൺകുട്ടിയുടെ പേരാണ് അപർണ പ്രസന്നൻ. അപർണ പ്രസന്നൻ ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത്. വളരെ മനപ്രയാസത്തിൽ തന്നെയാണ് ഈ പോസ്റ്റ് എഴുതുന്നത്. ഹൈക്കോടതിയിലെ GP നിയമനവുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദത്തിൽ ഇന്നത്തെ പ്രസ് മീറ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി KSU യൂണിറ്റ് കമ്മിറ്റിക്ക് ഇതിലെന്താണ് കാര്യം എന്ന പ്രസ്താവന ഇറക്കുകയും അവരൊന്നും അല്ലല്ലോ ഇത് തീരുമാനിക്കേണ്ടതെന്ന് മറുപടി പറയുകയും അത് വലിയ രീതിയിൽ മാധ്യമങ്ങൾ KSUവിനേറ്റ തിരിച്ചടിയായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം ലോ കോളേജ് യൂണിറ്റ് കമ്മിറ്റിക്കും KSUവിനും ഈ വിഷയത്തിലുള്ള ഇൻട്രസ്റ്റ് എന്താണ് എന്ന് വ്യക്തമാക്കണം എന്ന് തോന്നി. അവർ പറയുകയാണ്, നിലവിൽ GP ആയി നിയമിക്കപ്പെട്ട ഒരു അഡ്വക്കേറ്റ്, അവരുടെ പേര് ജിയോണ ജെയിംസ് ആണ്. 2015-19 ബാച്ചിൽ തിരുവനന്തപുരം ലോ കോളേജിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയും അക്കാലത്ത് ക്യാമ്പസിലെ സജീവ SFI പ്രവർത്തകയുമായിരുന്നു. പ്രസ്തുത കാലഘട്ടം SFIയുടെ ആക്രമണ രാഷ്ട്രീയം കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ഞാനും 2014-17 കാലഘട്ടത്തിൽ അവിടെ പഠിച്ചത്. 3:30 ശേഷം ഒരു KSUക്കാരന് പോലും ക്യാമ്പസിൽ നിൽക്കാൻ കഴിയില്ല. സ്വയം രക്ഷയ്ക്ക് വേണ്ടി പെപ്പർ സ്പ്രേ കയ്യിൽ കരുതേണ്ട അവസ്ഥയാണ്. ഇതൊക്കെ ഈ സതീശൻ എന്ന് പറയുന്ന ഈ നിലപാടുകൾ രാജവ്യാക്കുല അറിയാവോ അവസ്ഥയാണ് KSU പ്രവർത്തകർക്കെന്ന്. ഒരു ക്ലാസ്സിൽ കയറി ക്യാമ്പയിൻ എടുക്കാൻ സമ്മതിക്കില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന മത്സരാർത്ഥിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കീറിക്കളയുന്ന SFIയുടെ അക്രമ രാഷ്ട്രീയം. നോമിനേഷൻ സർട്ടിഫിക്കറ്റ് അല്ല, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കീറിക്കളയുന്ന SFIയുടെ അക്രമ രാഷ്ട്രീയം. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ക്ഷമിക്കണം. ഓർമ്മകൾ മനുഷ്യനെന്നും ഒരു ശാപമാണെന്ന് പറയുന്നത് പോലെ ഓരോ KSU പ്രവർത്തകരും തൻ്റെ ഓർമ്മയിൽ ഈ യാതനകൾ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് യൂണിറ്റ് കമ്മിറ്റി KSUക്കാരെ പ്രതികരിച്ചുകൊണ്ട് GP നിയമനത്തിൽ അതൃപ്തി അറിയിച്ചത്. ഗവൺമെൻറ് ലോ കോളേജിലെ രാഷ്ട്രീയം എത്രത്തോളം അക്രമാസക്തമാണെന്ന് വാർത്ത ശ്രദ്ധിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നിന്നും പാളയം ഏരിയ കമ്മിറ്റിയിൽ നിന്നുമൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന കേരളത്തിനെ തന്നെ ഭീകരത കൊണ്ട് ഞെട്ടിച്ച SFIയുടെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് ഉണ്ട്. അതിനിരയാക്കപ്പെട്ട, തല്ലിച്ചതയ്ക്കപ്പെട്ട ധാരാളം ക്രിമിനൽ കേസുകൾ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട, അക്കാരണത്താൽ ജോലി നിഷേധിക്കപ്പെട്ട നിരവധി പേരുണ്ട്. അവർ പറയുകയാണ്, അവരുടെ മനോവ്യഥ കൊണ്ട് അവർ പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിക്ക് ഇനി ഇക്കാര്യത്തിൽ എന്താണ് ഇൻട്രസ്റ്റ് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. തിരുവനന്തപുരത്തെ തലയെടുപ്പോടെ നിൽക്കുന്ന ആ മുത്തശ്ശി കലാലയത്തിൻ്റെ മുറ്റത്ത് KSUക്കാർ ചിന്തിയ ചോര, അതാണ് KSUവിനുള്ള ഇൻട്രസ്റ്റ്. ഈ വിഷയത്തിൽ KSU നിലപാട് അറിയിച്ചുകൊണ്ട് KSU പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെ ചേർത്ത് പിടിച്ച KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് അഭിവാദനങ്ങൾ. അവർ പറയുകയാണ്, KSUക്കാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ക്യാമ്പസുകളിലെ വിജയത്തേരോട്ടത്തിൽ മാത്രം സന്തോഷിക്കുന്നവരാകരുത് പാർട്ടിക്കാർ. ഒന്നും പ്രതീക്ഷിക്കാതെ ഈ പാർട്ടിക്ക് കീഴിൽ അണിനിരക്കുന്ന സ്വഭാവം അത് കോൺഗ്രസ്സുകാരന് കിട്ടുന്നത് KSUവിലൂടെയാണ്. കാരണം പഠനം, സമരം, സാഹോദര്യം എന്നതിനപ്പുറം സഹനവും വലിയ രീതിയിൽ കൈവശമുണ്ട് എന്നാണ് തിരുവനന്തപുരം ലോ കോളേജിലെ ഒരു മുൻ KSU പ്രവർത്തകയായിട്ടുള്ള അപർണ പ്രസന്നൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പ്ലീഡർ നിയമനത്തിൽ KSUവിന് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. KSU പറഞ്ഞതാണ് ശരി എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് KSUക്കാരൻ ചിന്തിയ ചോര, അതിന് കണക്ക് പറയണ്ടേ അവർക്ക്? ഓർമ്മയൊരു ശാപമാണ് എന്നാണ് അപർണ പ്രസന്നൻ പറയുന്നത്. അതുകൊണ്ട് ഇതാണ് KSUവിൻ്റെ ഇൻട്രസ്റ്റ്. ഈ ഇൻട്രസ്റ്റ് KSU അവതരിപ്പിക്കുമ്പോൾ നോ കേരളത്തിൽ പ്ലീഡർ നിയമനത്തിൽ KSUക്കാർക്ക് എന്താണ് അവകാശമെന്ന് ചോദിക്കാനുള്ള അവകാശം VD സതീശന് ഇല്ല എന്ന് VD സതീശൻ മനസ്സിലാക്കണം. VD സതീശൻ കേരളത്തിലെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അതിലുപരി VD സതീശൻ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് VD സതീശൻ മറന്നു പോകരുത് എന്നാണ് VD സതീശനോട് ഒരു കോൺഗ്രസ്സുകാരനല്ലാത്ത പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് KSU ആണ് ഇക്കാര്യത്തിൽ ശരി എന്നാണ് എനിക്ക് 100 വട്ടം സതീശനെ ഓർമ്മിപ്പിക്കാനുള്ളത്.